അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വർത്തമാന കാലഘട്ടത്തിൽ എല്ലാവർക്കും വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വലിയ ഒരു വിഷയം ലളിതമായ രൂപത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കണം. തട്ടമിട്ട ആളുകൾ ഡാൻസ് കളിക്കുന്നു, തട്ടമിട്ട ആളുകൾ ഓണം ആഘോഷിക്കുന്നു, തട്ടമിട്ട ആളുകൾ ഹിന്ദുവിൻ്റെ കൂടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ടൈറ്റിലിൽ പല കാര്യങ്ങളും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം, അതുകൊണ്ടാണല്ലോ അങ്ങനത്തെ വീഡിയോകളൊക്കെ പുറത്തു വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. മതവിശ്വാസികൾ എന്ന നിലക്ക്, മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല, മതവിശ്വാസികൾ ആരൊക്കെയുണ്ട് ഇവിടെ? ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, പല മതക്കാരുമുണ്ട്. മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏത് ആചാരങ്ങൾ എടുക്കുകയാണെങ്കിലും, ഏത് ആഘോഷങ്ങൾ എടുക്കുകയാണെങ്കിലും അതിനൊക്കെ ഓരോ നിയമങ്ങളുണ്ട്. തോന്നിയ രൂപത്തിലൊന്നും അത് ചെയ്യാൻ പറ്റൂല. എന്നാൽ തോന്നിയ രൂപത്തിലേക്ക് അതിനെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാരാണെന്നറിയോ? മതനിഷേധികളാണ്, ദൈവനിഷേധികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മതത്തിലൊന്നൊരു കാര്യമില്ല എന്നുള്ളത് വരും തലമുറയെ അങ്ങനത്തെ ഒരു ചിന്ത ഇട്ടുകൊടുത്തിട്ട് ആ തലമുറയെ അവരുടെ കൈകളിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്താ അവരുടെ കൈകളിലേക്ക് കിട്ടിയിട്ട് ചെയ്യാനുള്ളത്? ഒന്നുമല്ല, മദ്യം, മയക്കുമരുന്ന് എന്നിങ്ങനെയുള്ള ഏതെല്ലാം ദുശീലങ്ങളുണ്ടോ അതെല്ലാം ഇവരെ പരിചയപ്പെടുത്തി ആ രൂപത്തിൽ വഴിതെറ്റിച്ചു വിടണം. വരും തലമുറ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താ? പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താ? മുമ്പത്തെ വിദ്യാലയം എന്തായിരുന്നു, ഇപ്പോഴത്തെ വിദ്യാലയത്തിന്റെ അവസ്ഥ എന്താണ്? ആർക്കും ചിന്തിക്കാൻ പറ്റുന്നതാണല്ലോ. ഈ ചിന്തയിലൂടെ എങ്കിലും രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ എല്ലാവരും ഒരുമിച്ചു നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികളാ നശിച്ചു പോകുന്നത്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളുകൾ മനസ്സിലാക്കാം, തട്ടമിട്ട ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഇത്ര ആഘോഷിക്കുന്നത്? മറ്റുള്ളവര് എന്തേ അവർക്ക് ഇത്ര ആഘോഷിക്കാൻ? ഒന്നുമില്ല. ഈ ആഘോഷിക്കുന്നവരിൽ അധികം ആളുകളും യുക്തിവാദികളാണ്. എന്താ അവർക്ക് ആഘോഷിക്കാനുള്ളത്? ഒന്നുമല്ല, അവർക്കൊരു രസം. എന്തേ? അടക്കത്തോടെയും ഒതുക്കത്തോടെയും മുന്നോട്ട് പോയിരുന്ന ഇവരെ ഇതാ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ അവർക്ക് സാധിച്ചല്ലോ എന്നുള്ളത്. ഒരു ഉദാഹരണം പറയാം. നമസ്കാരം മുസ്ലിങ്ങൾ ചെയ്യുന്ന കർമ്മമാണല്ലോ നമസ്കാരം. എന്നാൽ ഇവിടെ ഒരു ഹൈന്ദവനെ കൊണ്ട് വന്ന് നിസ്കരിപ്പിച്ചാൽ എങ്ങനെയാ? അത് മതസൗഹാർദ്ദമാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കാൻ നിൽക്കുക ആരെങ്കിലും? ഇല്ല. കാരണം എന്താ? ഒരു മുസ്ലിം ചെയ്യേണ്ട കർമ്മമാണത്. നമസ്കാരം എന്ന കർമ്മത്തിന് തന്നെ ഷർത്തും ഫർളൊക്കെ ഉണ്ട്. വെറുതെ ആർക്കെങ്കിലും മണ്ടി ചെന്ന് ചെയ്യാനുള്ളതല്ല. എന്നാൽ കുറച്ച് യുക്തിവാദികൾ വന്നിട്ട്, അല്ലെങ്കിൽ മത നിഷേധികൾ വന്നിട്ട് അവര് വലിയ ഐക്യത്തിൻ്റെ ആളുകളായി കടന്നു വന്ന് അവരങ്ങ് നിസ്കരിക്കുക എന്ന് വിചാരിക്കുക. എങ്ങനെ? ഒരു കൂട്ടർ തെക്കോട്ട്, ഒരു കൂട്ടർ വടക്കോട്ട്, അവിടക്കും ഇവിടക്കും തിരിഞ്ഞു കണ്ടങ്ങ് നിസ്കരിക്കുക. ചില ആളുകൾ നമസ്കാരം എന്ന് പറഞ്ഞ് കൈ കെട്ടുന്നു, റുക്കൂ ചെയ്യാതെ സുജൂദ് ചെയ്യുന്നു. ഇങ്ങനെ പല രൂപത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ എന്താണ് ആ കർമ്മത്തെക്കുറിച്ച് മുസ്ലിമീങ്ങൾ പറയുക? ഇവര് ഇസ്ലാമിനെ അവഹേളിക്കുന്നു, ഇവര് നമസ്കാരത്തെ കളിയാക്കുന്നു എന്നല്ലേ പറയാ? അതേപോലെ തന്നെയാണ് മറ്റു മതവിശ്വാസികളുടെ ആചാരങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് ആ ആചാരത്തിൻ്റെ പിന്നിൽ അവര് വിശ്വസിക്കുന്ന വിശ്വാസങ്ങളും അവര് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ക്രമങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് ചെയ്താൽ അത് ആ മതത്തോട് കാണിക്കുന്ന നിഷേധാത്മക നിലപാടാണ്. അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ആരാണിതിൻ്റെ പിന്നിൽ? ഇവർക്കൊക്കെ കാണിക്കാനുള്ളത് ഇതാ തട്ടമിട്ട പെണ്ണുങ്ങളാ ഇതൊക്കെ ചെയ്യണത് എന്ന് പറഞ്ഞ് അതും മുസ്ലിങ്ങളെ നേർക്ക് കൊണ്ടുവരാനാണ് ഈ യുക്തിവാദികൾ ശ്രമിക്കുന്നത് എന്നുള്ള ബോധ്യം ഈ ചാടിക്കളിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കിയാൽ നല്ലത്.
അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തെന്ന് വിചാരിച്ച് ഇസ്ലാം അങ്ങ് തകർന്നു പോകും എന്നുള്ളത് കൊണ്ടല്ല. നിങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോൾ നിങ്ങളിത് ചെയ്യുന്നത് കണ്ടിട്ട് ചില ആളുകൾ എന്ത് ചെയ്യുമെന്നറിയോ, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി രംഗത്ത് വരും. അപ്പോൾ രംഗത്ത് വരുന്ന സമയത്ത് ഇതാ എന്തോ മുസ്ലിങ്ങൾക്ക് കുരുപൊട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കാൻ മറ്റുള്ളവർ വരും. അത്രയേ ഉള്ളൂ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. ആരെന്ത് ചെയ്താലും മുസ്ലിങ്ങളെ വിശ്വാസപ്രകാരം തെറ്റ് ചെയ്തോനാണ് അതിൻ്റെ കുറ്റം. തെറ്റ് ചെയ്തോനാണ് അതിൻ്റെ കുറ്റം. പിന്നെന്താ, അവർ നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ വേണമെങ്കിൽ സ്വീകരിക്കുക. ചെയ്യുന്ന പണി എത്രയേ ഉള്ളൂ എന്നറിയോ, ആളുകൾക്ക് വരും തലമുറക്ക് ഇങ്ങനെ തോന്നണം മതത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താ, അത് അവരും ചെയ്യണത്, ഇത് ഇവരും ചെയ്യണത്, മറ്റൊല്ല അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ മതനിഷേധികൾ ചെയ്യുന്നതാണ് തെറ്റ്. മതവിശ്വാസികൾ, ഏത് മതവിശ്വാസികളാണെങ്കിലും അവർക്കൊരു വിശ്വാസമുണ്ട്, അവർക്കൊരു ആചാരമുണ്ട്. ആ ആചാരത്തിനൊരു ക്രമമുണ്ട്. ആ ക്രമത്തിനനുസരിച്ച് അവർ നിർവഹിക്കണം. മുസ്ലിങ്ങളെ പെരുന്നാളാണ്, ഞങ്ങൾക്കൊക്കെ അന്ന് പെരുന്നാളാണെന്നും പറഞ്ഞിട്ട് എല്ലാവരും വന്നുകാണ്ട് പെരുന്നാൾ എങ്ങനെ, പെരുന്നാൾ ആഘോഷിക്കേണ്ടതൊരു നിയമമുണ്ട്. തക്ബീർ ചൊല്ലുന്നതിനൊരു സമയമുണ്ട്. അത് രാവിലെ ചെയ്യേണ്ട നമസ്കാരത്തിനൊരു എണ്ണമുണ്ട്. നമസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് അതിനൊരു നിയമമുണ്ട്, അല്ലേ? ഈ നിയമമൊക്കെ തെറ്റിച്ചിട്ട് അവർ വന്ന് നേരെ തിരിച്ചവർ ചെയ്യുകയാണെങ്കിലോ, അവർ മുസ്ലിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ആഘോഷത്തിൽ മതസൗഹാർദ്ദത്തിന് പങ്കെടുത്തു എന്ന് ഏതെങ്കിലും മുസ്ലിം പറയുമോ? ഇല്ല. ഇതുപോലെയാണ് പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നിങ്ങൾ മറ്റുള്ള മതവിശ്വാസികളെ വേദനിപ്പിക്കരുത് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി പറഞ്ഞ വീഡിയോ ഉണ്ട്, അത് ഇതിൻ്റെ എൻഡിൽ നൽകുന്നുണ്ട്. അതുകൂടി കേട്ടാൽ നിങ്ങൾക്ക് പൂർണ്ണമായും ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും എന്നത് മാത്രമാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്.